ഒരു ആക്ടറിനപ്പുറത്തേക്ക് ഞാനൊരു ആക്ടിങ് സ്റ്റുഡൻ്റ് ആണ് ഇപ്പോഴും. ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ കുറേ നാളുകളായിട്ട് നമുക്ക് അങ്ങനെ ഭയങ്കര ഒരു ലേണിംഗ് ഒക്കെ നടക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഈ ആക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി, മൈൻഡ് ആൻഡ് വോയിസ് വെച്ചിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഈ സിനിമ കിട്ടുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ള ഒരാൾക്ക് ഭയങ്കര സിനിമ കിട്ടുന്നു, അയാളതിൽ നന്നായിട്ട് ഞാൻ അഭിനയിക്കും എന്നുള്ള ധാരണയൊക്കെ അതിന്റെ ഒരു പോസിറ്റീവ് സെൻസിൽ അത് നമുക്ക് എല്ലാ ആക്ടേഴ്സിനും ഉണ്ടാവും. ഇത് ഞാൻ പൊളിച്ചടക്കില്ല, ഇത് എനിക്ക് കിട്ടിയില്ല, ഞാൻ അൺലക്കാണ്, അത് ഓക്കെ, അതിന്റെ ഒരു ഹെൽത്തി സൈഡ് ഓക്കെയാണ്, അത് നല്ലതാണ്. ഞാൻ എല്ലാ സിനിമ കാണുമ്പോഴും നമ്മൾ ആലോചിക്കും, ഓക്കെ നമ്മളാണെങ്കിൽ എങ്ങനെ ചെയ്തേനെ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു പെർഫോമൻസിനെ വാവ് പറയുന്നപ്പോഴാണെന്ന് അറിയോ, നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ഒരാൾ ചെയ്യുമ്പോഴാണ്. അപ്പൊ എനിക്ക് ആകെ ആക്ടേഴ്സിനോട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മനസ്സുകൊണ്ടിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. നമ്മളുടെ ക്രാഫ്റ്റ് ഉണ്ട് ശരിക്കും. അഭിനയം ഒരു തരത്തിൽ ക്രാഫ്റ്റാണ്. നമ്മൾ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ വായിക്കുക, സിനിമ കാണുക, അല്ലെങ്കിൽ പുതിയ മറ്റേ സിനിമയിലും അല്ലെങ്കിൽ അഭിനയത്തിലൊക്കെ എത്രത്തോളം മാറ്റങ്ങൾ വരുന്നു എന്ന് മനസ്സിലാക്കിയിരിക്കുക. നമ്മളെ തന്നെ ട്രെയിൻ ചെയ്തിരിക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ മുമ്പിൽ ഒരു സാധനം നമുക്ക് ചെയ്യാൻ പറ്റും. ഇൻ കേസ് നമ്മൾ ഡെസ്പറേറ്റ് ആയി താടിയൊക്കെ വളർത്തി നമ്മൾ കള്ളുകൂടിയും മറ്റേ ഡ്രഗ് അടിയൊക്കെ തുടങ്ങി, എന്റെ ജീവിതം എന്തുകൊണ്ട് ഇങ്ങനെ, എനിക്ക് മാത്രം ഈ സീൻ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് പറയും. പിന്നെ അവസരം കിട്ടുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് കമ്പോസ്ഡ് ആയിരിക്കുക, മറ്റേ നമ്മളെ തന്നെ വർക്ക് ചെയ്തിരിക്കുക, അവസരം വരുമ്പോൾ